നമസ്കാരം. വെൽക്കം ഡെയിലി ന്യൂസ് അനാലിസിസ്റ്റിക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇത്തരം ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് രണ്ട് ആർട്ടിക്കിളും നമ്മുടെ ഹിന്ദുവിന്റെ പറഞ്ഞ ബിസിനസ് ലൈനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെയാണ് നന്നായിട്ട് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രം നമുക്ക് വായിച്ചാൽ പോരാ. എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഹിന്ദുവിന്റെ ബിസിനസ് ലൈൻ മാഗസിനും കൂടെ നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് രണ്ട് ആർട്ടിക്കിൾസ് ഈ പറഞ്ഞ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ബാർഗെയിൻ ഹണ്ടിങ് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബിസിനസ് ലൈനിന്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇവിടെ നമുക്ക് രണ്ട് ടേമുകളാണ് പഠിക്കേണ്ടത്. ബിക്കോസ് ഇപ്പം പ്രിലിംസിന്റെ ഒക്കെ PYQs നോക്കുവാണെങ്കിൽ എക്കണോമിക്സിനൊക്കെ തന്നെ ഇതുപോലെയുള്ള ടേമുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ദിസ് ടേം റീസെന്റ് സീൻ ന്യൂസ് റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബാർഗെയിൻ ഹണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്നും അതേപോലെ ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. ഈ രണ്ട് ടോപ്പിക് എക്കണോമിക്സ് ആയതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക്ക് ബിസിനസ് ലൈനിന്റെ ഈ പറഞ്ഞ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ് വാട്ട്സ് എയിലിംഗ് ദ ഇന്ത്യൻ എക്കണോമി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് റീസെന്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ഇപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്ത്യൻ എക്കണോമി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇപ്പം ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ്. എന്നിരുന്നാൽ പോലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡിൽ നിന്നും ഒരു ഫാസ്റ്റർ റീപേസ് ആണ് ഇന്ത്യക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ നമുക്കത് റീബൗൺസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റീബൗൺസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു കോവിഡിന് ശേഷം നമ്മൾ കണ്ട എക്കണോമിയിലെ വളർച്ച ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ താന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്രോത്ത് റേറ്റ് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചില്ല. അത് പതുക്കെ താഴെ തുടങ്ങിയിട്ടുണ്ട്, ലോവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റാസും തുടങ്ങിയ അനുബന്ധ കാരണങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിനകത്ത് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് GS പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഒരു ആർട്ടിക്കിളാണ് സോഷ്യലിസം ഇൻ ഇന്ത്യ മീൻസ് എ വെൽഫെയർ സ്റ്റേറ്റ്. നമ്മുടെ കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസ്താവനയായിരുന്നു അത്. ആ ഒരു ടോപ്പിക് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് അല്ല, ഒരു അഭിപ്രായം അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, അതിന്റെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ വിശദമായിട്ടും ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കുന്നത്. ഇത് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. then ഈ മൂന്ന് ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്കിൽ നിന്നും ഒരു പ്രിലിംസിന്റെ മോഡൽ MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതായിരുന്നു, നമ്മുടെ ബിസിനസ് ലൈനിന്റെ ഫ്രണ്ട് പേജിലുള്ള ആർട്ടിക്കിളാണ്. മാർക്കറ്റ്സ് റീബൗണ്ട് ഓവർ 2% ഓൺ ബാർഗെയിൻ ഹണ്ടിങ് ഗ്ലോബൽ ക്യൂസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ വരാൻ പ്രധാനപ്പെട്ട കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബട്ട് ആ ഒരു കാരണം നമുക്ക് പരീക്ഷയ്ക്ക് അത്ര റിലവന്റ് അല്ല. അതിന്റെ ബേസിക് അണ്ടർലൈൻ ഫാക്ടറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം നിങ്ങൾ വാർത്ത കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ മാർക്കറ്റ് വിച്ച് മീൻസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ വാർത്തയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള പോലെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു ഡൗൺഫോൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പല കാരണങ്ങൾ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് താനും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡൗൺഫോൾ സംഭവിക്കുമ്പോൾ ജനറലി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ കണ്ടുവരുന്ന ഒരു ഫിനോമിനാണ് ഈ ഒരു ബാർഗെയിൻ ഹണ്ടിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേറൊന്നുമില്ല, ഇപ്പൊ നമ്മളാണെങ്കിലും കടകളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും, ഇപ്പൊ നോർമൽ നമ്മളൊരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇപ്പം MRP ഇട്ടിട്ടുള്ള വസ്തുവിനല്ല ഡെയിലി ഈ പറഞ്ഞ പോലെ പ്രൈസ് ഒക്കെ വേരി ചെയ്യാൻ സാധിക്കുന്ന ഇപ്പം പച്ചക്കറികളാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഡെയിലി ഓരോ പ്രൈസ് ആകുന്ന തരത്തിലുള്ള വസ്തുക്കളാണ്. അപ്പം MRP ഇട്ടിരിക്കുന്ന വസ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെയിലി പ്രൈസ് അങ്ങനെ മാറത്തില്ലല്ലോ, അതിലത് ഫിക്സഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബട്ട് ഈ ഡെയിലി പ്രൈസ് മാറുന്ന സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാറുണ്ട്. എന്താ നമ്മൾ ഈ ബാർഗെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല വസ്തുക്കളാണ് എങ്കിൽ അത് കുറഞ്ഞ നിലയ്ക്ക് വാങ്ങുന്നതിലൂടെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ബാർഗെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടക്കാരൻ ചിലപ്പോൾ 50 രൂപ കിലോയ്ക്ക് പറയുന്ന ഒരു സാധനം നമ്മൾ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്ത് ഒരു 40 രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആ ബെനിഫിറ്റ് ഉള്ള സാധനം നമുക്ക് ഒരു 10 രൂപയ്ക്കൂടെ അഡീഷണൽ ബെനിഫിറ്റ്സോട് കൂടി കിട്ടുമ്പോഴേക്കും നമുക്കൊരു നേട്ടം, ഒരു ബെനിഫിറ്റ് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു മോണിറ്ററി ബെനിഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു സെൻസ് ആണ് ഈ ബാർഗെയിൻ ഹണ്ടിങ്ങിനകത്തുള്ളത്. ഈ പരിപാടി നടക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണെന്നുള്ള കാര്യം ഓർത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെ തന്നെയല്ല, ഇപ്പം ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. എല്ലാ ദിവസവും, ഒരു ദിവസം എന്ന് മാത്രമല്ല ഓരോ സെക്കൻഡിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SBI, TCS ഇങ്ങനെയുള്ള കമ്പനികളുടെ കുറച്ച് ഷെയറിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷെയറുകൾ എന്നൊക്കെ പറയുന്നത് ഓരോ സെക്കൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ SBIയുടെ ഇപ്പം നിലവിൽ 816 രൂപയാണെങ്കിൽ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ 800 ആകാം, അല്ലെങ്കിൽ 900 ആകും. അങ്ങനെയൊക്കെ ഒരു ഹ്യൂജ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഷെയർ താഴത്തേക്ക് പോയി. അപ്പൊ ഈ താഴത്തേക്ക് പോയത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കണക്കാക്കിയിരിക്കുന്നത്. ബിക്കോസ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനീസ് ആണ്. അപ്പൊ താൽക്കാലികമായിട്ട് അവരുടെ ആ ഒരു റേറ്റ് താഴത്തേക്ക് മാറിപ്പോയി, സ്റ്റോക്കിന്റെ റേറ്റ് താഴത്തേക്ക് പോകുന്നു. അപ്പൊ ഇതിനെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട്
കണക്കാക്കി ആളുകൾ ഇത് വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്തിനാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു പോസിറ്റീവ് വാർത്ത വന്നു കഴിഞ്ഞാൽ ഇപ്പം താഴത്തേക്ക് വില പോയ സ്റ്റോക്കുകളെല്ലാം നേരെ സ്കൈ റോക്കറ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബൈ ലോ ആൻഡ് ഈ പറഞ്ഞ പോലെ സെൽ ഹൈ എന്നുള്ളൊരു കൺസെപ്റ്റ്, ബൈ ലോ ആൻഡ് സെൽ ഹൈ, അതായത് ചെറിയ വിലയ്ക്ക് വാങ്ങുക, വലിയ തുകയ്ക്ക് അത് മറിച്ച് വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ നമുക്ക് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് ബാർഗെയിൻ ഹണ്ടിങ്. അതായത് ഇവിടെ നമ്മൾ ആക്ച്വലി ബാർഗെയിൻ ചെയ്തിട്ടില്ല, പകരം എന്താ സംഭവിച്ചത്, ആ ഒരു വില കുറഞ്ഞ സമയത്ത്, ഇപ്പൊ വില കുറയാൻ കാരണം ആളുകൾക്ക് ആ സ്റ്റോക്ക് വേണ്ട എന്ന് ആളുകൾ വെച്ചു. അപ്പം വെക്കാൻ കാരണം ഇങ്ങനെ നെഗറ്റീവ് വാർത്തകൾ വന്ന കാരണം ആൾക്കാർ ആരും ആ സ്റ്റോക്ക് വാങ്ങുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് ഡിമാൻഡ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളാണെങ്കിലും കടയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും വരുന്ന ആൾക്കാരൊന്നും ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കടക്കാരൻ പൊതുവിൽ അത് വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ വില നോർമലി ഒന്ന് താത്തി വെക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് വാർത്ത വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഷെയറുകൾ ആർക്കും വേണ്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡിമാൻഡ് താഴത്തേക്ക് പോയി. ഡിമാൻഡ് താഴത്തേക്ക് പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രൈസ് താഴത്തേക്ക് പോയി. ഈ പ്രൈസ് താഴത്തേക്ക് പോയത് കാരണം ജനങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു? അത് പതുക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ഈ ബൈ ലോ എന്നുള്ള കൺസെപ്റ്റ്, ബൈ ലോ, അതായത് ബൈ ലോ ചെറിയ വിലയ്ക്ക് വാങ്ങുക, ദെൻ സെൽ ഹൈ, സെൽ ഹൈ എന്നുള്ളൊരു കൺസെപ്റ്റ്, വലിയ തുകയ്ക്ക് അത് മറിച്ച് വിൽക്കുക. അപ്പം ബൈ ലോ താരതമ്യേന നല്ലൊരു താഴ്ന്ന നിലയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് അട്രാക്റ്റീവ് ആയിട്ട് ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. ബിക്കോസ് അതൊരു നല്ല സ്റ്റോക്കാണ്. അതിന്റെ ആ പ്രൈസ് താഴത്തേക്ക് വന്നപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ആയിട്ട് ആളുകൾക്ക് തോന്നിയപ്പോൾ എന്ത് ചെയ്തു? ഈ വില താഴ്ന്നു വന്നപ്പോഴേക്കും ആൾക്കാർ അത് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ വാങ്ങുന്നു. നാളെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ ഈ കമ്പനിയെ കുറിച്ച് വന്നു കഴിയുമ്പോൾ വീണ്ടും ഈ കുറഞ്ഞ സാധനം നേരെ മുകളിലേക്ക് കയറും. അന്നേരം നമുക്ക് സെൽ ഹൈ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് കോൾഡ് ബാർഗെയിൻ ഹണ്ടിങ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ബാർഗെയിൻ ഹണ്ടിങ് എന്താണെന്നുള്ള കാര്യം. ഒരു സ്റ്റോക്കിന്റെ വില താഴ്ന്നു നിൽക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നതിനെയാണ് ഈ ബാർഗെയിൻ ഹണ്ടിങ് എന്നുകൊണ്ട് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിൾ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. സോ ബാർഗെയിൻ ഹണ്ടിങ് ഈസ് ആക്ടിവിറ്റി ഓഫ് ലുക്കിംഗ് ഫോർ ഗുഡ്സ് ദാറ്റ് ആർ ഗുഡ് വാല്യൂ ഓഫ് മണി. ഗുഡ് വാല്യൂ ഓഫ് മണി ഉള്ള സ്റ്റോക്കുകളാണ്, അതിന് നല്ല വാല്യൂ ഉള്ളതാണ്, ഗുഡ് വാല്യൂ ഓഫ് മണി ഉണ്ടാവും. അതേ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഗുഡ് വാല്യൂ ഓഫ് മണി യൂഷ്വലി ബിക്കോസ് ദേ ആർ ബീങ് സോൾഡ് അറ്റ് പ്രൈസസ് ദാറ്റ് ആർ ലോവർ ദാൻ യൂഷ്വൽ. ഇപ്പം കണ്ടോ, ആ ഒരു നെഗറ്റീവ് വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ നോർമൽ വിലയ്ക്ക് താഴത്തേക്ക് പോയി. നോർമൽ വാല്യൂക്ക് താഴത്തേക്കാണ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അത് വാല്യൂ ഫോർ മണിയാണ് കണ്ട് വാങ്ങുന്ന ഒരു പ്രവണതയ്ക്ക് പറയുന്ന പേരാണ് ബാർഗെയിൻ ഹണ്ടിങ്. ഇവിടെയാണ് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്പനികളൊക്കെ പൊതുവെ പറഞ്ഞ ബ്ലൂ ചിപ്പ് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ്, അവരുടെ സ്റ്റോക്കിന് പറയുന്നവരാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്. So blue chip stocks are shares of well-established, financially stable companies with a history of strong performance, consistent dividends, and a reputation for reliability. ഇങ്ങനെയുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. സോ എന്താണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർ ദ ഷെയർസ് ഓഫ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ കമ്പനീസ് ആണ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് സ്ട്രോങ് പെർഫോമൻസ്, നല്ല സ്ട്രോങ് പെർഫോമൻസും നല്ല ഡിവിഡൻഡുകളും, അതും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പൈസ, കൺസിസ്റ്റന്റ് ആയ ഡിവിഡൻഡുകളും റെപ്യൂട്ടേഷനും ഉള്ള, റിലയബിലിറ്റി ഉള്ള കമ്പനികളുടെ സ്റ്റോക്കിന് പറയുന്ന പേരാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ബ്ലൂ ചിപ്പ് കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇത്തരത്തിൽ നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാറ്? അത് വാങ്ങിക്കൂട്ടാറുണ്ട്. ത്രൂ ബാർഗെയിൻ ഹണ്ടിങ്ങിലൂടെ വാങ്ങിക്കൂട്ടാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഇതൊരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ കണ്ടാൽ മതി ഒരു ആർട്ടിക്കിൾ. അതിന്റെ അണ്ടർലൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നോക്കേണ്ട കാര്യമില്ല. ഓരോ കമ്പനിയുടെ ഷെയർ എത്രയാണ് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ഫാക്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യാം. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഡിസ്കഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇത് തന്നെയാണ്. വാട്ട്സ് എയിലിംഗ് ദ ഇന്ത്യൻ എക്കണോമി. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി? ഇപ്പൊ കറന്റ് പറയുവാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി ചെറിയ രീതിയിൽ ഒരു സ്ലോ ഡൗൺ ഫേസിലേക്ക് പോകുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം, ആ സ്ലോ ഡൗൺ ഫേസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ കോളം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മിനിറ്റ് ഞാനത് വായിക്കാം. ജസ്റ്റ് ഇതായിപ്പോയി. ഓക്കെ, ഈ കോളത്തിനകത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓരോ ഏരിയയിലെ GDP ആണ്. ഇവിടെ GDP എന്ന് ഉദ്ദേശിക്കാൻ നോക്കി എന്ത് തരം GDP വന്നിരിക്കുന്നത്? റിയൽ GDP ആണ്. നമുക്ക് രണ്ട് GDP പഠിക്കാൻ പറ്റുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോമിനൽ GDP ഉണ്ട്, റിയൽ GDP ഉണ്ട്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന സമയങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് വിലയിരുത്തപ്പെടേണ്ടത്, യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെടേണ്ടത് ഏത് GDP നോക്കിയാണ്? റിയൽ GDP ആണ്. ബിക്കോസ് നോമിനൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ആഡപ്പ് ചെയ്ത് GDP ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു GDP എന്ന് അത്രേ ഉള്ളൂ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു പ്രൈസ് ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു പ്രൈസ് കണ്ടുപിടിക്കുന്നതാണ് GDP നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇപ്പൊ 10 പേന, ഈ രാജ്യത്ത് 10 പേന ഉത്പാദിപ്പിച്ചു, അതിന്റെ ഓരോന്നിന്റെ വില 20 രൂപയാണെങ്കിൽ ആ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത് 200 രൂപയാണ്. ഓക്കെ, നാളെ ഈ പറഞ്ഞ പോലെ 10 പേന തന്നെയാണ് ഇവിടെ ഉത്പാദിപ്പിച്ചത്, പക്ഷേ ഒരു പേനയുടെ വില 30 ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ GDP-യിൽ അത് 300 ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറയും ഈ രാജ്യം GDP വൈസ് ഉയർന്നു, രാജ്യത്തിന് വളർച്ച കൈവരിച്ചു എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന് വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ വളർച്ചയാണ് ഉദ്ദേശിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യണം. ഇവിടെ പ്രൊഡക്ഷൻ മാറിയിട്ടില്ല, 10 എന്നുള്ള പ്രൊഡക്ഷൻ അതേപോലെ തന്നെ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ
തന്നെ പുതിയ ആൾക്കാർക്ക് ജോലി കിട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ ആൾക്കാർക്കും ജോലി കിട്ടി, പുതിയതായിട്ടൊക്കെ ജോലി കിട്ടി, ആളുകൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് വരണമെങ്കിൽ ആ രാജ്യത്തിന്റെ എന്തായിരിക്കണം വളരേണ്ടത്? റിയൽ ജി ഡി പി. റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ പ്രൈസ് ഇപ്പൊ 20 രൂപ എന്നുള്ളത് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കും. എന്നിട്ട് ഇവിടെ 10 ആയിരുന്നല്ലോ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യുക, അപ്പൊ 200 ജി ഡി പി എന്നത്. റിയൽ ജി ഡി പി നമ്മൾ കണക്കാക്കുമ്പോൾ ഈ പ്രൈസ് ഇത് തന്നെയായിട്ട് കോൺസ്റ്റന്റ് ചെയ്തിട്ട് ഇതിപ്പം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഈ പറഞ്ഞ പോലെ 30 മാറണം. 30 മാറുമ്പോഴേക്ക് ഇത് 600 മാറും. അപ്പൊ നോക്കി, ഇങ്ങനെ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ റിയൽ ജി ഡി പി. നമ്പർ ഇവിടെ കണ്ടു, നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കണം വർദ്ധിക്കേണ്ടത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്തു, സോ രാജ്യം യഥാർത്ഥത്തിൽ പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ ആ ഒരു കോളം നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡേറ്റാസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകാരം ഇവിടെ നോക്കി, മൈനിങ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിന് അതിനുണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ ഒരു 4 ഫിനാൻഷ്യൽ ഇയറിന് അതിനുണ്ട്. സ്റ്റാർട്ടിംഗ് ഫിനാൻഷ്യൽ 2021 തൊട്ടുള്ളതുണ്ട്, ഫിനാൻഷ്യൽ 2022 ഉണ്ട്, 23, 24, 25 ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ. അതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഡേറ്റയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടങ്ങളിൽ നോക്കുവാണെങ്കിൽ ഈ 21 എന്ന് പറയുമ്പോൾ ആ ഒരു കോവിഡിന്റെ സമയം, അവിടെ മിക്ക മേഖലയിൽ നെഗറ്റീവ്, ബിക്കോസ് എല്ലാം ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു നല്ലൊരു പോസിറ്റീവ് ഗ്രോത്ത് 2022 ഉണ്ട്. മിക്ക സെക്ടേഴ്സിലും 23 അതേപോലെ തന്നെ നമുക്കൊരു ഗ്രോത്ത് മിക്ക ആവറേജ് എല്ലാത്തിനും തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഫിനാൻഷ്യൽ 23 കഴിഞ്ഞ് 24ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കിയേ, ഇവിടെ 8.9 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഉണ്ടായിരുന്ന 8.9 ഗ്രോത്ത് 7.4 ആയിട്ട് മാറി. ഫിനാൻഷ്യൽ മേഖല ഉണ്ടായിരുന്ന 9.1 8.4 ആയിട്ട് മാറി. ട്രേഡിനകത്ത് ഉണ്ടായിരുന്ന 12 എന്നുള്ളത് 6 ആയിട്ട് മാറി. അങ്ങനെ ഒരു നെഗറ്റീവ് താഴത്തേക്ക് പോകുന്നത് ഒരു ആവറേജ് നമ്പർ ഓഫ് മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഗ്രികൾച്ചർ ഒക്കെ 4.7 1.4ലേക്ക് മാറി. മൈനിങ് 1.9 7 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആവറേജ് നോക്കുമ്പോഴേക്കും ഒരു ടോട്ടൽ ഒരു ഡീ ഗ്രോത്ത് പോലെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇനി ആ ഫിനാൻഷ്യൽ 24 കഴിഞ്ഞിട്ട് വലിയ മാറ്റം അധികം വന്നിട്ടുമില്ല. ഓൾമോസ്റ്റ് മിക്ക ഏരിയാസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ 24 പോലെ തന്നെ ഏകദേശം ഒരു പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചത്. ഒരു മൈനർ സ്കെയിലുള്ള ഒരു മാറ്റം മാത്രമാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടായ ഗ്രോത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. ഇതിന് കാരണങ്ങൾ നമ്മൾ പല ദിവസങ്ങളിലായിട്ട് മേ ബി ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും ചിലപ്പോൾ, ഒരുപക്ഷെ ഇല്ല, നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ യൂഫോബിക് സ്പെൻഡിങ് എൻസ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു ഹെഡ്ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ലൈക്ക് സെക്കൻഡ് വേൾഡ് വാറിൽ US ഉണ്ടായ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയിൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ കോവിഡ് ആയിരുന്നുവെങ്കിൽ അന്ന് അവിടെ വേൾഡ് വാർ ആയിരുന്നു. അപ്പൊ ഈ വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ സഡൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഇൻക്രീസ് കണ്ടു. നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെയായിരുന്നു സഡൻ ആയിട്ട് ഈ പറഞ്ഞ കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫേസ് അപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴേക്കും മിക്ക മേഖലകളിലും ഒരു ഇൻക്രീസ്ഡ് ഗ്രോത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം വേറൊന്നുമല്ല, ഇറ്റ്സ് കോൾഡ് റിവെഞ്ച് സ്പെൻഡിങ്. ഓക്കെ, റിവെഞ്ച് സ്പെൻഡിങ് എന്നാണ് ഇതിന് പറയുന്നത്. റിവെഞ്ച് സ്പെൻഡിങ്. എന്താ റിവെഞ്ച് സ്പെൻഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് കോവിഡിന്റെ സമയത്ത് നമ്മൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് വീടിനകത്ത് തന്നെ ഒതുങ്ങി കൂടുകയാണ്. ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരിടത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു എന്താ പറയുക പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലും ആളുകൾ ഒരു എന്താ പറയുക ഒരു ക്ലോസ്ഡ് ആയിട്ട് നിന്നൊരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എക്കണോമി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴേക്കും അത്രയും നാളും ഒതുങ്ങി നിന്നതിന്റെ ഒരു റിവെഞ്ച് അവർ തീർക്കുന്നു. ഒരു ചുരുക്കത്തിൽ ഒരു തമാശ രൂപേണ പറയുകയാണെങ്കിൽ, അപ്പൊ അത്രയും നാൾ ഒതുങ്ങി ചെലവഴിക്കാതെ നിന്നതിന്റെ ഒരു റിവെഞ്ച് തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഈ പറഞ്ഞ കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി, കൂടുതൽ ഈ പറഞ്ഞ പോലെ ഷോപ്പിങ്ങുകൾ ചെയ്യാനായിട്ട്, കൂടുതൽ പുറത്ത് പോയി ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ, കൂടുതൽ എന്റർടൈൻമെന്റ് പർപ്പസിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, മീൻസ് ഫിനാൻസ് സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്ക് പറയുന്നവരാണ് റിവെഞ്ച് സ്പെൻഡിങ്. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നടന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എസ്പെഷ്യലി നോക്കിയാൽ മതി, ഇവിടെ കണ്ടോ ട്രേഡ്, ഹോട്ടൽസ്, ട്രാൻസ്പോർട്ട് എന്നുള്ള ഈ 4 കോളം ഉണ്ടല്ലോ. ഇവിടെ കണ്ടോ കോവിഡ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് താരതമ്യേന ഫിനാൻഷ്യൽ 2020 ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായ ഒരു മേഖല കൂടിയാണ് ട്രേഡ് എന്ന് പറയുന്നത്. താരതമ്യേന 13.8% വർധനം ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ തന്നെ അതിന്റെ അടുത്ത്, പിന്നെ അതിന്റെ അടുത്ത് വരാൻ കൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യം മാത്രമാണ്. ഈ ടൈമിൽ കണ്ടോ ആളുകൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ യാത്രകൾ, ഹോട്ടലുകൾ, പുറത്തേക്ക് ഈ പറഞ്ഞ യാത്രകൾ നടത്തുകയും പുറത്ത് ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിച്ചതിന്റെയും ഒക്കെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻസ്, അതിന്റെയൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു വർധന അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വർധന പിന്നെ അങ്ങനെ കണ്ടില്ല, കാരണം ആ റിവെഞ്ചിന്റെ പരിപാടി തീർന്നു. ആ ഒരു കോവിഡിന്റെ സമയത്ത് അവർ ചെയ്യാൻ പറ്റാത്ത സാധനം പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ചെയ്തു തീർത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ബാക്ക് ടു ദ നോർമൽ എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഇപ്പം വന്നിരിക്കുകയാണ്. ഇതുകൊണ്ടിട്ടാണ് ഇപ്പം ഹോട്ടലിലൊക്കെ നോക്കിയാൽ ഇപ്പം കണ്ടോ നിലവിൽ എത്രയേ ഉള്ളൂ ഈ 2025 ഫസ്റ്റ് ഹാഫിൽ 5.7 മാത്രമേ ഉള്ളത്. കഴിഞ്ഞ 2024 അത് 6.4 ഉള്ളൂ. കോവിഡ് കഴിഞ്ഞ വർഷത്തിന്റെ പകുതി മാത്രമേ അവിടെ ആ ഒരു ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ കൃത്യമായിട്ട് ഇതിനൊക്കെ ചേർത്തിട്ട് പറയുന്ന പേരാണ്
ആ ഒരു എന്താ പറയുക നമ്മുടെ റിവഞ്ച് സ്പെൻഡിങ് എന്നുള്ളൊരു പോയിന്റ്. അതുപോലെ തന്നെ ഈ ടൈമിൽ ആളുകൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ ഹോമുകൾ, വീടുകൾ കൂടുതൽ വെക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി, വെഹിക്കിൾസിന്റെയും കൺസ്യൂമർ അപ്ലയൻസസിന്റെയും. ഇതിന്റെ ഈ ഒരു പാരഗ്രാഫ് എടുത്ത് ഈ ഒരു ആർട്ടിക്കിൾ നല്ല ആർട്ടിക്കിളാണ് കേട്ടോ. കാരണം ഇതിന്റെ ഡേറ്റാസ് ഒക്കെ കുറെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന പ്രിലിംസിനേക്കാൾ ഉപരിയായിട്ട് മെയിൻസിന് നിങ്ങൾക്ക് നന്നായ രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് എക്കണോമിയുടെ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് ഇപ്പം കുറയുന്നു അങ്ങനെയൊക്കെ രീതിയിൽ വരുന്ന മെയിൻസിന് എന്തെങ്കിലും ചോദ്യം വരുവാണെങ്കിൽ ഈ ഡേറ്റാസ് ഒക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ്. ഓക്കെ, ഇവിടെ കണ്ടോ ഹൗസ് ഹോൾഡിന് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് അസറ്റുകൾ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വേരിയബിൾ ആയിട്ടുള്ള അസറ്റുകളുണ്ട്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോഴേക്ക് ഉദാഹരണമാണ് നമ്മൾ വീടുകളിലൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അസറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ലേ. ഒരു കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മെഷീനറീസ് വാങ്ങുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് മാറുന്നത്. സോ അങ്ങനെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഫിക്സഡ് അസറ്റുകൾ ഈ പറഞ്ഞ പോലെ ആളുകൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ പറഞ്ഞ പോലെ നമ്മളെ 2021 കോവിഡ് കഴിഞ്ഞ ആ സമയത്ത് 21.3 ലക്ഷം കോടി രൂപയുടെയാണ് ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെങ്കിൽ 2023 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴേക്കും അത് 34.8 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗ്രോത്ത് ഇന്ത്യയിൽ റീസെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്രോത്ത് ഇപ്പൊ നിലവിൽ കാണുന്നില്ല. ഇത്രയും മാത്രം ഈ 34.8 ലക്ഷം ഗ്രോത്ത് വരാൻ കാരണം ഈ സമയങ്ങളിൽ പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിലുകൾ, കാറുകളുടെ ആണെങ്കിൽ സെയിൽ കൂടുതൽ കൂടിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം കോവിഡ് ഒരു കാര്യമാണ്. കാരണം കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറെ നാളും കൂടെ മാസ്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ടും ഈ പറഞ്ഞ പോലെ സോഷ്യൽ കോണ്ടാക്ടിന്റെ ആ ഒരു സെൻസ് ഒക്കെ കൂടുതലായിരുന്നല്ലോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഐസൊലേഷന്റെ ഒക്കെ കാര്യം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ പതുക്കെ കുറച്ച് സ്വന്തമായിട്ടുള്ള വാഹനങ്ങളിൽ ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ആ ടൈമിലൊക്കെ തന്നെ വാഹനങ്ങളുടെ സെയിലും ഒക്കെ തന്നെ കൂടാനായിട്ട് ഇടയാക്കിയത്. പക്ഷെ ഇപ്പം വീണ്ടും ബാക്ക് ടു ദ നോർമൽ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പെട്രോളിന്റെ ഒക്കെ തന്നെ പ്രൈസ് ഒക്കെ കൂടുന്ന കാരണം വീണ്ടും ആളുകൾ വാഹനങ്ങൾ ഷെഡിൽ കയറ്റി വീണ്ടും ഈ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ആ ഒരു റിവഞ്ച് സ്പെൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു ഡേറ്റയാണ് ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പൊതുവിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിയിലെ ആക്ടിവിറ്റിയുടെ നമുക്ക് ഡേറ്റ നൽകുന്ന ഇൻഡെക്സ് ആണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് രണ്ട് രീതിയിലുണ്ട്. മാനുഫാക്ചറിംഗ് ഉണ്ട്, സർവീസസ് ഉണ്ട്. മൊത്തത്തിൽ എക്കണോമി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, മന്ത്ലി റിലീസ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് എക്കണോമി പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഇൻഡെക്സ് ആണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഗവൺമെന്റുകളും ഈ പറഞ്ഞ പോലെ വിലയിരുത്തപ്പെടുന്ന ഒരു ഇൻഡെക്സ് കൂടിയാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഇതിനകത്ത് 0 to 100 ആണ് ഇതിന്റെ റാങ്കിങ്. മീൻസ് ഓരോ മാസത്തെ എക്കണോമിയുടെ റാങ്കിങ് പോയിന്റ് കൊടുക്കുന്നത് 0 to 100 ആണ്. ഇതിനകത്ത് 0 to 100 ആണ് പോയിന്റുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ 0 to 100 രണ്ട് ഹാഫ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 0 to 50 അതേപോലെ 50 to 100 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൽ സ്കോർ എബോവ് 50 എന്ന് പറയുന്നത് എക്കണോമി എക്സ്പാൻഡ് ചെയ്യുന്നു എന്നതിന്റെ സൂചനയും സ്കോർ ബിലോ 50 എന്ന് പറയുന്നത് എക്കണോമി കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ സൂചനയാണ്. ആൻഡ് സ്കോർ 50 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. കഴിഞ്ഞ മാസം എന്തായിരുന്നു എക്കണോമിയുടെ അവസ്ഥ അത് തന്നെയാണ് ഈ മാസം എന്നുള്ളതാണ് സ്കോർ 50 സൂചിപ്പിക്കുന്നത്. 50ക്ക് മുകളിലാണെങ്കിൽ കഴിഞ്ഞ മാസത്തേക്ക് ഒരു എക്കണോമി പതുക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. 50ക്ക് താഴെയാണെങ്കിൽ കഴിഞ്ഞ മാസത്തേക്ക് എക്കണോമി എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നിലവിൽ 2023 കാലഘട്ടത്തിൽ 2023 ഏപ്രിൽ മാസം കാലഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ PMI ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു. 62 ആയിരുന്നു സൂചിപ്പിച്ചത്. 62 അത്രത്തോളം വളർച്ച ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്കണോമിക്ക്. ബട്ട് ഇപ്പൊ നിലവിൽ നമ്മുടെ ലാസ്റ്റ് സെപ്റ്റംബർ 2024 നോക്കുവാണെങ്കിൽ അത് 57.7 ഉള്ളൂ. അതായത് 62 നിന്ന് 57 കുറഞ്ഞു പോയിട്ടുണ്ട്. സ്റ്റിൽ ഒരു നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബോവ് 50 ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. 50ക്ക് മുകളിൽ ഉള്ളതൊരു എക്സ്പാൻഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ സ്റ്റിൽ എക്സ്പാൻഷൻ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു നമുക്ക് എന്താ പറയാ ഒരു ശുഭസൂചന വേണമെങ്കിൽ അതിന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ഗ്രോത്തിന്റെ പോയിന്റ് താരതമ്യേന കുറയുന്നു. 62 നിന്നും 59ലേക്കും 57ലേക്കൊക്കെ മാറി എന്നുള്ളതാണ് ചെറിയൊരു പോരായ്മയായിട്ട് പറയുന്നത്. ബട്ട് എബോവ് 50 എന്നുള്ളത് സ്റ്റിൽ ഒരു ഹെൽത്തി ഗ്രോത്ത് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് റീറ്റെയിൽ ക്രെഡിറ്റ് കർവ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പം ഈ പറയുന്ന പാരഗ്രാഫിലെ ഡേറ്റ നമുക്ക് മീൻസ് നല്ല ആവശ്യമുള്ള കേട്ടോ. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് ലെവൽ നമ്മുടെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് ഈ സമയങ്ങളിൽ പബ്ലിഷ് ചെയ്ത പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കണം, ഇന്ത്യയിലെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് വളരെ കൂടുതൽ. ഏകദേശം പറയുവാണെങ്കിൽ 58%, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 58% എഴുതിയിരിക്കുന്നത്. 58% ആളുകളും സെൽഫ് എംപ്ലോയിഡ് ആണ്. ബാക്കി ഏകദേശം ഒരു 22% ആളുകൾ റെഗുലർ എംപ്ലോയിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും 58% ആളുകളും കൂടുതലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ സെൽഫ് എംപ്ലോയിഡ് ആണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നാളെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വിൻഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻകത്തിന് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. റെഗുലർ സാലറി എംപ്ലോയീസിന് മാത്രമേ നമുക്ക് ഏകദേശമെങ്കിലും പറയാൻ പറ്റുള്ളൂ എല്ലാ മാസവും ഒരു നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് അവർക്ക് കിട്ടുമെന്നുള്ള കാര്യം. ബട്ട് മറ്റ് എംപ്ലോയീസിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് വരുന്ന സ്പെൻഡിങ് അടുത്ത മാസങ്ങളിൽ ഉണ്ടാവണം നിർബന്ധമില്ല. ബിക്കോസ് ഇന്നിപ്പോ ആ 58% ആൾക്കാരും നോൺ റെഗുലർ പീഡ് ആണല്ലോ. അവരുടെ കയ്യിൽ ഇന്ന് ചിലപ്പോൾ പൈസ ഉണ്ടാവും, അടുത്ത മാസം അതുപോലെ തന്നെ അവർക്ക് പൈസ കിട്ടണമെന്ന് ഉറപ്പില്ല. ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതേപോലുള്ള ഒരു സ്പെൻഡിങ് അടുത്ത മാസങ്ങളിൽ എക്കണോമിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യൻ എക്കണോമിയിലെ ആ ഒരു എംപ്ലോയ്മെന്റ് ലെവൽ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ
ഇവിടെയാണ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എസ്പെഷ്യലി ആഫ്റ്റർ ദ കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ബാങ്കുകളുടെ കാര്യത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ബാങ്കുകളുടെ കാര്യത്തിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ലെൻഡിങ്ങിന്റെ കാര്യത്തിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇത് റീസെന്റ് കുറച്ച് നാൾ മുമ്പ് RBIയുടെ ഗവർണറും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിലെ ലെൻഡിങ് വളർന്നിട്ടുണ്ട്, പക്ഷേ ഏത് കുറഞ്ഞു പോയി? ഡിപ്പോസിറ്റ് കുറഞ്ഞു പോയി. ഇവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ലെൻഡിങ് ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രാവൽ കൂടി, അതേപോലെ തന്നെ ഈ പറഞ്ഞ പുറത്ത് പോയുള്ള ഭക്ഷണത്തിന്റെ ഇത് കൂടി, വീട് വെക്കുന്നതിന്റെ അളവുകൾ കൂടി, വാഹനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ അളവ് കൂടി എന്നെല്ലാം ബേസിക്കലി പറഞ്ഞു. ഇതുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം. അതായത് ഇന്ത്യയിൽ 58% ആളുകളും ജോലി ചെയ്യുന്നവരിൽ 58% ആൾക്കാരും സെൽഫ് എംപ്ലോയ്ഡ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള പേയ്മെന്റ്സ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സ്പെൻഡിങ് കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നുള്ള കടമാണ് ഇതിനകത്ത് മെയിൻ കാര്യം. മീൻസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കൂടുതലും ഈ ആക്ടിവിറ്റീസിലേക്ക് ആൾക്കാർ ചെന്നിട്ടുള്ളത്. ഇതൊരു അലാർമിംഗ് സിറ്റുവേഷൻ ആയിട്ടാണ് RBI ഗവർണർ ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ബിക്കോസ് ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്കിന് ലോൺ കൊടുക്കണം, ഒബ്വിയസ്ലി ബാങ്ക് ലോൺ കൊടുക്കണം. പക്ഷെ അതേപോലെ തന്നെ ആളുകളെ ഡിപ്പോസിറ്റ് വേണം. ഈ ഡിപ്പോസിറ്റ് കിട്ടിയെങ്കിലുള്ള അതിനകത്ത് ബാങ്കിന് എന്ത് കൊടുക്കാൻ പറ്റും? ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു സൈഡിൽ മാത്രമോ വളർത്തിന് വരുന്നത്, ലോൺ മാത്രമോ പോകുന്നത്. എന്ത് വരുന്നില്ല? ഡിപ്പോസിറ്റ് ഈ സമയങ്ങളിൽ ബാങ്കിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ലോങ് റണ്ണിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എക്കണോമിക്ക് ദോഷകരമായിട്ട് മാറിയേക്കാം എന്നുള്ളത് RBI ഗവർണർ റീസെന്റ് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് RBI ഗവർണർ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആയിട്ട് പറയേണ്ടത്. അതായത് ഹൗസ് ഹോൾഡ് ലയബിലിറ്റീസ് ഈ കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അതായത് 7.4 ലക്ഷം കോടി രൂപയായിരുന്നത് ഇപ്പോൾ 15.5 ലക്ഷം കോടി രൂപയായിട്ട് ഹൗസ് ഹോൾഡ് ലയബിലിറ്റീസ് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ 21 നിന്നും 24 എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഹൗസ് ഹോൾഡ് ലയബിലിറ്റീസ്, അതായത് വീടുകളുടെ മീൻസ് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡുകളുടെ ലയബിലിറ്റീസ്, കടമെടുപ്പൊക്കെ തന്നെ ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ സ്പെൻഡിങ് കൂടുതലും ഈ കടം എടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഡേറ്റാസ് ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗ വർധനവിന്റെ ഒക്കെ തന്നെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ബാങ്കുകളിലേക്കുള്ള നിക്ഷേപം കുറഞ്ഞു എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളിൽ ഏകദേശം പറയുവാണെങ്കിൽ FD ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ട് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സെയിം കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. വലിയ കൂടുതൽ ഒരുപാട് ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ആവറേജ് ഗ്രോത്തേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആളുകളെല്ലാം കൂടുതൽ എവിടെയോട്ട് നിക്ഷേപിക്കാൻ പോയി? സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക്, മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് തന്നെ നിക്ഷേപിക്കാനായിട്ട് പോയി. ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു പാരഗ്രാഫിൽ കാണാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർ ഷോട്ട് അപ്പ് ഫ്രം 1.1 lakh crore ടു 2.6 lakh crore റുപ്പീസിലേക്ക് ഏകദേശം ഡബിൾ ആ ചെയ്തത്. അതായത് അതാണ് അർത്ഥം. അതാണ് മീൻസ് ബാങ്കുകളിലേക്ക് ഡിപ്പോസിറ്റ് വരാതെ പൈസ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പൈസ മുഴുവൻ പോയത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോയത്. ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഈ സമയ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള റിട്ടേണുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ഓൾമോസ്റ്റ് ബാങ്കുകൾ 6% FDയുടെ പലിശ തരുമ്പോൾ മിക്ക സ്റ്റോക്ക് മാർക്കറ്റുകളിലും മിക്ക സ്റ്റോക്കുകളും ആവറേജ് റിട്ടേൺ ആയിട്ട് പലപ്പോഴും തന്നിട്ടുണ്ടായിരുന്ന 15-20% ഒക്കെയാണ്. അതായത് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന് നേരെ ഡബിൾ എവിടെ കിട്ടുന്നുണ്ട്? സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. റിസ്ക് കൂടുതലാണ് എന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് ആളുകൾ ആ റിസ്ക് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ കിട്ടും. ഈ കാലങ്ങളിൽ കൂടുതൽ റിട്ടേൺ അവർക്ക് കിട്ടി. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വരുമാനം കൂടുതൽ കിട്ടിയതും ആളുകളെ എന്തിനു പ്രേരിപ്പിച്ചു? കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇതെല്ലാം റിവഞ്ച് സ്പെൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഏകദേശം ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ട് കോവിഡ് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ ഇന്ത്യയിലെ സ്പെൻഡിങ് കൂടി? കാരണം ആളുകൾക്ക് വരുമാനം കൂടിയിട്ടുണ്ട്. ആ വരുമാനം കൂടിയ ജോലിയിൽ നിന്ന് മാത്രമല്ല, ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ തന്നെ ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഇപ്പൊ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുക. ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസം സെബി, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആണോ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ഇടപെട്ടിട്ട് നിലവിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൺട്രോളിംഗ് മെഷേഴ്സ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ആ കൺട്രോളിംഗ് മെഷേഴ്സ് ഒക്കെ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇത് അനന്തമായിട്ട് ഒരുപാട് ഇങ്ങനെ വളർന്നു പൊക്കോണ്ടിരിക്കും. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള എങ്ങാനും ഒരു നെഗറ്റീവ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആകെപ്പാടെ കൊളാപ്സ് ആകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒരു ബലൂണിങ് എഫക്ട് വരും. അപ്പൊ അതിനെ തടയിടാനായിട്ടാണ് ഇപ്പം സെബി നിലവിൽ രംഗത്ത് വന്നിട്ട് അതിന്റെ കൺട്രോളിംഗ് കുറച്ച് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട്, വർഷങ്ങൾ വേണ്ട, കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കിട്ടുന്ന അതേ അളവിൽ ഇപ്പോൾ റിട്ടേൺ അവിടുന്ന് കിട്ടുന്നില്ല. അതാണ്. ബട്ട് ഇൻ ദ പാസ്റ്റ് 6 months, 6 മാസമായിട്ട് സെബിയുടെ കുറച്ച് അറ്റംപ്റ്റ്സ് ഉണ്ട് ടു ഡെസിപ്പേറ്റ് മാർക്കറ്റ് ഫോർത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദിസ് ഇസ് ലൈക്ലി ടു ഹാവ് ഡെന്റഡ് കൺസ്യൂമർ സെന്റിൽമെന്റ്. അതായത് ഈ പറഞ്ഞ ആളുകൾക്ക് ഈ പറഞ്ഞ വരുമാനം ഈ ഒരു ടൈമിൽ കുറഞ്ഞു. കാരണം കൺട്രോൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ പണ്ടത്തെ അത്ര ലാഭം അവിടുന്ന് കിട്ടുന്നില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും ആളുകളെ സ്പെൻഡിങ്ങിനെ ബാധിച്ചു. അതൊക്കെയാണ് ഇന്ത്യൻ എക്കണോമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ലോ ഡൗണിങ് എഫക്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഗവൺമെന്റിന്റെയും കാര്യം എടുത്ത് പറയുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലേ, എക്കണോമിക് ഗ്രോത്തിന് ഈ പറഞ്ഞ പോലെ RBIയുടെയും സ്റ്റാൻഡ് വേണം, ഗവൺമെന്റിനെ ഒരുപോലെ തന്നെ കോർഡിനേറ്റഡ് അപ്രോച്ച് വേണം. ഈ കാലഘട്ടത്തിൽ കോവിഡ് കഴിഞ്ഞ സിറ്റുവേഷൻസിൽ ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ
അത് 9.2% ഒക്കെ ആയിരുന്നു ഫിനാൻഷ്യൽ 21 ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ഈ പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ കുറച്ചു. ബിക്കോസ് കോവിഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ടാണ് ഇത്രയും കൂട്ടിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് പതുക്കെ എക്കണോമി കരകയറുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പതുക്കെ പതുക്കെ കുറച്ചു. അപ്പൊ പതുക്കെ ആ കുറവ് വരുത്തിയതും എക്കണോമി ഒന്ന് സ്ലോ ഡൗൺ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇതിനകത്ത് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ്. അത് നല്ലൊരു ആർട്ടിക്കിൾ കേട്ടോ, നല്ലൊരു ആർട്ടിക്കിളാണ്. ഇന്നത്തെ ഈ ഒരു ബിസിനസ് ലൈനിൽ ഉണ്ടായിരുന്ന എഡിറ്റോറിയൽ പേജ് ആണ്. ബിസിനസ് ലൈൻ ഒരു പത്രം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ ഒന്നുകൂടെ വായിച്ചു നോക്കുന്നു, ഇത് കേട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുന്നതും വളരെ നല്ലതായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് അതിന്റെ റീസൺസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ത്യൻ എക്കണോമിയിൽ ആ ഒരു സ്ലോ ഡൗണിന്റെ കാര്യം കാണുന്നതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഏറെക്കുറെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് ഗോൺ ചെയ്യാം. ഒരു ആർട്ടിക്കിളിലേക്ക് ഗോൺ ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ആ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന ഒരു ടേം ആണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് കേട്ടിട്ടുണ്ടല്ലോ. ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് കടം എടുക്കാൻ പറ്റുന്ന മാർക്കറ്റാണ്, കടം കൊടുക്കാൻ പറ്റുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റുകൾ, ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാഷ് ആകാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ആകാം, ബോണ്ട് ആകാം, മ്യൂച്വൽ ഫണ്ടുകളാകാം, അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റുകളാകാം. ഇവയൊക്കെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്. അതായത് ആക്ച്വലി അതൊരു പേപ്പർ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനൊരു നമ്മളൊരു മൂല്യം കൽപ്പിക്കപ്പെട്ട് കൊടുക്കുന്ന, അതായത് അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുള്ളത്. അതിന് ഈ പറഞ്ഞ ഓരോ സമയത്ത് അതിന്റെ മൂല്യം വേറെ വേറെ ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്നും ഒരേപോലത്തെ ആയിരിക്കത്തില്ലോ. അതുപോലെ ക്യാഷ് എന്ന് പറയുന്ന ഒരു പേപ്പർ കഷ്ണമാണ്. അതിന് ഓരോന്നിനും ഈ പറഞ്ഞ RBI കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോ നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വാങ്ങാൻ പറ്റുന്ന സാധനം, ആ 100 രൂപ വെച്ച് നമുക്ക് ഇന്ന് കുറച്ച് സാധനം മേടിക്കാൻ പറ്റും. അതേ സാധനം തന്നെ നമുക്ക് നാളെ മേടിക്കണം നിർബന്ധമില്ല. ബിക്കോസ് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൂല്യം ബേസിക്കലി ഡൗൺ ആയി പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഓർക്കുവാണെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ ബയ്യോ സെല്ലോ ചെയ്യുന്ന ഐറ്റംസിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ അസറ്റ്. അല്ലാത്തവയെ പറയുന്ന പേരാണ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്. ഉദാഹരണം പറയുവാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, ഇതൊന്നും നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാറില്ല. ലാൻഡ്, ബിൽഡിംഗ്. പിന്നെ അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരു അണ്ടർലൈനിങ് വില ഇവർക്ക് തന്നെ ഉണ്ടാവും, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട്. ഉദാഹരണമാണെങ്കിൽ ഭൂമി എന്ന് പറയുമ്പോഴേക്കും ആ ഭൂമി കണ്ടിട്ടല്ലേ അതിന്റെ അവിടുത്തെ സൗകര്യങ്ങൾ, അവിടെ അടുത്ത് എത്ര റോഡ് എടുത്തുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റീസ് അവിടെയൊക്കെ ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഭൂമിക്ക് ഒരു വിലയിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അസറ്റുകളെ പറയുന്നവരാണ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്. കൂടുതലും ഇവ ടാഞ്ചിബിൾ ആയിരിക്കും കേട്ടോ. ടാഞ്ചിബിൾ അസറ്റുകളാണ് കൂടുതലും നോൺ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ട് മാറുന്നത്. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളാണ് കൂടുതലും ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് മാറപ്പെടുന്നുള്ള കാര്യം നോക്കുക. ഒരു സ്ഥാപനത്തിന്റെ പേറ്റന്റ്, ഗുഡ് വില്ല്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇവയെല്ലാം തന്നെ കൂടുതലും ഏത് തന്നെയാണ്, നോൺ ഫിനാൻഷ്യൽ അസറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് സോഷ്യലിസം ഇൻ ഇന്ത്യ മീൻസ് എ വെൽഫെയർ സ്റ്റേറ്റ് നോട്ട് എ ഡിക്റ്ററ്റോറിയൽ ഡോഗ്മ എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഈ ഒരു സോഷ്യലിസത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പൊളിറ്റി പഠിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിയാമ്പിളിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു ടൈം അല്ല സോഷ്യലിസം എന്നുള്ളത്. നമ്മൾ എന്നാ ഇത് ആഡ് ചെയ്തത് ത്രൂ 42nd അമെന്റ്മെന്റ് ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 നമ്മൾ ഈ ഒരു ടേം നമ്മുടെ പ്രിയാമ്പിളിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് ഈ 1976 ഇത് വന്നതിന് തൊട്ട് തന്നെ ഒരുപാട് നാളുകളായിട്ട് ഇത് കേസ് നിൽക്കുന്നതാണ്. ഈ സോഷ്യലിസത്തിന്റെ യഥാർത്ഥ മീനിങ് എല്ലാം നമ്മുടെ എക്കണോമിയിൽ കാണുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യം വരുന്നത്. അതുപോലത്തെ ഒരു സമാനമായ ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യയിലെ സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽഫെയർ സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് എ ഡിക്റ്ററ്റോറിയൽ ഡോഗ്മ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വന്നതിലൂടെയുള്ള സോഷ്യലിസം ആക്ച്വലി ഇപ്പൊ നമ്മൾ ലോകത്ത് നോക്കുവാണെങ്കിൽ സോഷ്യലിസം എന്നുള്ള എക്കണോമിക് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്, മീൻ മണി ആകാം, ലാൻഡ് ആകാം, ലേബർ ആകാം, ക്യാപിറ്റൽ ആകാം, ഇതെല്ലാം ഓൺ ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും ഓണർഷിപ്പ് ഉണ്ടാവുന്നത്. പ്രൈവറ്റ് വ്യക്തികൾക്ക് വലിയ റോൾ അവിടെ ഇല്ല. പ്രൈവറ്റ് വ്യക്തികൾ കൂടുതൽ ഇതെല്ലാം ഓൺ ചെയ്യുന്നതാണ് അവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, അവിടെ പ്രോഫിറ്റ് മോട്ടീവ് ആകാം. ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നതൊക്കെ തന്നെ ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ്. സോ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അണ്ടറിലായിരിക്കണം. പക്ഷെ ഇന്ത്യ നമ്മൾ പ്രിയാമ്പിളിലെ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ മേഖലയും ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റ് പതുക്കെ പതുക്കെ എല്ലാ മേഖലയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി കുറച്ചൊക്കെ പറയാൻ പറ്റും അറ്റോമിക് എനർജി അല്ലെങ്കിൽ റെയിൽവേസ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് കുറേയൊക്കെ ഗവൺമെന്റ്, സ്പേസ്, ഇവിടങ്ങളിലേക്കാണ് കൂടുതലും ഗവൺമെന്റ് ഒരു പങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി ഒട്ടുമിക്ക മേഖലയിലും ഗവൺമെന്റ് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏവിയേഷൻ മേഖലയിൽ ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് ഒരു പ്രസൻസ് ഇല്ല. ബിക്കോസ് എയർ ഇന്ത്യ എന്നുള്ളത് ടാറ്റ ഗ്രൂപ്പിന് വിറ്റതിലൂടെ ഗവൺമെന്റ് ഒരു പ്രസൻസ് ഇപ്പോൾ ഏവിയേഷൻ മേഖലയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതികളിൽ കേസ് പോയി. അപ്പോൾ കോടതിയിൽ പറഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു പോയിന്റ് ആണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് ആണെന്നുള്ള വാക്കുണ്ട്, പക്ഷേ ഈ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന വെൽഫെയർ സ്റ്റേറ്റ് സോഷ്യലിസം ആണ്. വിച്ച് മീൻസ് ഇവിടെ ഗവൺമെന്റിനെ പോലെ തന്നെ വളരാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പ്രൈവറ്റ് വ്യക്തികൾക്കുണ്ട്. എല്ലാവരുടെയും ക്ഷേമം, എല്ലാവരുടെയും ബെനിഫിറ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റിലൂടെയാണ് നമ്മുടെ സോഷ്യലിസം മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് ഒരു ഡിക്റ്ററ്റോറിയൽ, ഒരാൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന, ഗവൺമെന്റ് മാത്രം രക്ഷപ്പെട്ടാൽ മതി, അങ്ങനെ ഒരു ഡിക്റ്ററ്റോറിയൽ ഡോഗ്മയിലല്ല നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് ഇവിടെ കൃത്യമായിട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ആർട്ടിക്കിളിനകത്ത് ഇതാണ് മീനിങ്. ബട്ട് നമുക്ക്
നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് ആ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിന്റെ ഒരു കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ഇത് 1976 നാഷണൽ എമർജൻസിയുടെ കാലഘട്ടത്തിൽ വന്നെന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് സമയത്താണ് ഈ ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അമെന്റ്മെന്റ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിനെ വിളിക്കുന്ന പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പ്രിയാമ്പിള് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് അമെന്റ് ചെയ്യപ്പെട്ടതെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ പ്രിയാമ്പിളിലെ 3 വാക്കുകൾ ലൈക്ക് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഈ 3 വാക്കുകൾ ചേർത്തത് ഈ ഒരു 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ്. പലതവണ PYQ ചോദിച്ചിട്ടുള്ളതാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. ദെൻ അതേപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. പാർട്ട് 4 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടി അന്ന് 1976 42nd അമെന്റ്മെന്റ് ആക്ടിലൂടെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. ലേറ്റർ ഈ പറഞ്ഞ പോലെ 11ാമത് 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 2002 പ്രകാരം നമ്മൾ ആഡ് ചെയ്തത്. ഇപ്പൊ 11 ഉണ്ട്. പണ്ട് ഇത് വന്ന സമയത്ത് 10 ആയിരുന്നു ഈ 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ 3 ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP-യിലെ 3 പ്രിൻസിപ്പിൾ നമ്മൾ ഈ 42nd അമെന്റ്മെന്റ് ആക്ടിലൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, ദെൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ചേർത്തതും 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976-ലൂടെയാണ്. ഇത്രയും കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ സോഷ്യലിസ്റ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ നമ്മുടെ ഒരു പ്രിലിംസിന്റെ MCQ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട MCQ ആണ്. ഒരു 2 സ്റ്റേറ്റ്മെന്റ് MCQ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്താം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.